ശ്രീവത്സപീതാംബരകൗസ്തുവാദ്യൈ സംശോഭിതം സുന്ദരമന്ദഹാസം തുഷ്ടാവഭക്ത്യാഖിലസർഗകാമസ്പഷ്ടാക്ഷരം ത്വം വചനേർമനോജ്ഞൈ. പിന്നീട് സർവവും സൃഷ്ടിക്കുവാൻ ആഗ്രഹമുള്ള ആ ബ്രഹ്മാവ് ശ്രീവത്സം, പീതാംബരം, കൗസ്തുഭം എന്നിവയോടുകൂടി ശോഭിക്കുന്നവനും മനോഹരമായ മന്ദഹാസത്തോടു കൂടിയവനും സ്പഷ്ട അക്ഷരനുമായ അങ്ങയെ മധുരങ്ങളായ വാക്കുകൾ കൊണ്ട് ഭക്തിയോടുകൂടി സ്തുതിച്ചു. പുറമെ അന്വേഷിച്ച് തളർന്ന ബ്രഹ്മദേവൻ സത്യസ്വരൂപനായ ഭഗവാനെ തപസ് കൊണ്ട് സ്വന്തം ഹൃദയത്തിൽ സാക്ഷാത്കരിച്ചു. ഭക്തിയോടുകൂടി തന്തിരുവടിയെ സ്തുതിക്കുകയും ചെയ്തു. തൃതീയം 9-ാം അധ്യായത്തിലെ ജ്ഞാതോസി എന്നു തുടങ്ങുന്ന ബ്രഹ്മസ്തുതി വചനേർ മനോജ്ഞൈ തുഷ്ടാവ എന്ന് ഇവിടെ സംഗ്രഹിച്ചിരിക്കുന്നു. ഉദാത്തസ്വര സഹിതമായ പ്രണവമാണ് സ്പഷ്ടാക്ഷരം. ഭഗവാൻ പ്രണവസ്വരൂപനാണല്ലോ. സ്പഷ്ടാക്ഷരമന്ത്ര എന്ന് സഹസ്രനാമം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.